നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെണ്ണുരുത്തി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ വീണത് ബോബി ചെമ്മണ്ണൂർ. ആഭാസത്തിന്റെ കൊടുമുടിയിൽ പണത്തിന്റെ ഹുങ്കിൽ വിരാജിച്ചിരുന്ന ബോബി ചെമ്മണ്ണൂർ ഇനി അഴിക്കുള്ളിൽ. ഇത് ഹണി റോസിന്റെ വിജയമാണ്. കൃത്യമായ കരുനീക്കങ്ങളാണ് ഈ അറസ്റ്റിന് മുൻപ് ഹണി റോസ് നടത്തിയത്. 2 ദിവസങ്ങൾക്ക് മുൻപ് ആ വ്യവസായ പ്രമുഖന്റെ പേര് പറയാതെ ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് തൊടുത്തു. അത് വലിയ വിവാദമായി ആളിക്കത്തി. പക്ഷെ ഭയപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചിരുന്നില്ല. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് എന്തുകൊണ്ട് ഹണി റോസ് വെളിപ്പെടുത്തുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നതിന് തൊട്ടു പിന്നാലെ ഹണി റോസ് നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി. ബോബി ചെമ്മണ്ണൂരിൻ്റെ ലൈംഗിക അധിക്ഷേപങ്ങൾക്കെതിരെ കൃത്യമായ പരാതി കൊടുക്കണമെന്ന് നിയമവിദഗ്ധർ അവരെ ഉപദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് അവർ കൂടിക്കാഴ്ചകൾ നടത്തി. മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്റെ പരാതി നൽകി. പരാതി നൽകിയതിനൊപ്പം വിശദമായ മൊഴിയും പോലീസിനവർ കൈമാറി. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് വിളിച്ച് എനിക്ക് CM-മായി ഒന്ന് സംസാരിക്കണമെന്ന് ഹണി റോസ് ആവശ്യപ്പെട്ടു. പിന്നാലെ ഹണി റോസിനെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ നേരിട്ട ലൈംഗിക അധിക്ഷേപത്തെക്കുറിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഹണി റോസ് പരാതിപ്പെട്ടു. നിയമ നടപടികൾക്കായി പരാതിയുമായി താൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിയ വിവരമടക്കം എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹണി റോസിനൊരു വാക്കുകൊടുത്തു. ഉടൻ നിയമ നടപടി. പിന്നീട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് ഈ കേസിൽ നടപടികളെടുക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് ആസ്ഥാനത്ത് നിന്ന് സൈബർ സെല്ലിലേക്കും തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കുമൊക്കെ നിർദ്ദേശങ്ങൾ പാഞ്ഞു. ഹണി റോസ് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ നീക്കങ്ങൾ. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വസതി ലക്ഷ്യമാക്കി പാഞ്ഞു. ഈ വിവരങ്ങളടക്കം ഇന്നലെ വിശദമായ റിപ്പോർട്ട് മലയാളി വാർത്ത നൽകിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ വീട് പോലീസ് വളഞ്ഞു. ബോബി ചെമ്മണ്ണൂർ ഉടൻ അറസ്റ്റിലാകുമെന്നായിരുന്നു ഇന്നലെ മലയാളി വാർത്ത വിശദമായ റിപ്പോർട്ട് നൽകിയത്. തൊട്ടുപിന്നാലെ അയാൾ വയനാട്ടിലെ തൻ്റെ റിസോർട്ടിലേക്ക് കടന്നു. തുടർന്ന് കോയമ്പത്തൂർ വഴി രക്ഷപ്പെടുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ ലക്ഷ്യം. അതെല്ലാം പോലീസ് പൊളിച്ചെടുക്കി. പോലീസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നീക്കം പൊളിച്ചതിന് പിന്നിൽ ഒരൊറ്റ കാരണം: ഹണി റോസിൻ്റെ ധീരമായ ഒരു യുദ്ധം. അവർ യുദ്ധം പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയയിലെ ഞരമ്പന്മാരോട് മാത്രമായിരുന്നില്ല. പണത്തിൻ്റെ ഹുങ്കിൽ അശ്ലീലതയുടെ കൊടുമുടിയിൽ വിരാജിക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ആഭാസ രാജാവിനെതിരെയായിരുന്നു. മണിക്കൂറുകൾക്കകം ബോബി ചെമ്മണ്ണൂർ പോലീസിൻ്റെ വലയിൽ വീഴുന്നതും പിന്നീട് കൊച്ചിയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതുമായ ദൃശ്യങ്ങൾ കേരളത്തിന് മുന്നിൽ. എറണാകുളം സെൻട്രൽ പോലീസ് ACP C ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. ഹണി റോസിന്റെ വിശദമായ മൊഴി ഇന്നും പോലീസ് രേഖപ്പെടുത്തും. പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് വരുന്ന സൂചനകൾ. ഈ കേസിൽ യാതൊരുവിധ ഇളവുകളും നൽകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ കരുനീക്കങ്ങൾ, ഒപ്പം ഹണി റോസിന്റെ തന്റേടം കലർന്ന വ്യക്തിത്വം, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യുദ്ധപ്രഖ്യാപനവും തുടർന്ന് യുദ്ധനീക്കങ്ങളും. അതാണ് കേരളം തരിച്ചിരുന്ന് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ആദ്യം ഹണി റോസ് തൻ്റെ പോസ്റ്റിന് താഴെ അശ്ലീല കമൻറ്റുകളിട്ട 30ഓളം ആളുകൾക്കെതിരെ പരാതി നൽകുന്നു. അതിൽ എറണാകുളം സ്വദേശിയായ ഷാജി എന്നയാളെ പൊടുന്നനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. മറ്റ് 27 പേരെ ഇതിനകം തന്നെ പോലീസ് തിരിച്ചറിയുകയും ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ഒരു വശത്ത്. അതിനിടയിലാണ് ബോബി ചെമ്മണ്ണൂരിലേക്ക് പോലീസ് സംഘം അടുക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ പരാതിയാണ് ഹണി റോസ് നൽകിയത്. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75(4) വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67-ാം വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് പെട്ടെന്ന് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി ബോബി ചെമ്മണ്ണൂരിൻ്റെ കണ്ണൂർ ആലക്കോട് ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗികാതിക്രമവും അതിനുശേഷം പല വേദികളിലും താൻ നേരിട്ട ലൈംഗികപരമായ അധിക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നടി പരാതിയിൽ എടുത്തു പറഞ്ഞു. തന്നെ നിരന്തരമായി പിന്തുടരുന്നു, അധിക്ഷേപിക്കുന്നു, പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന നടിയുടെ ഗൗരവമേറിയ പരാതിക്ക് മുന്നിൽ കേരളത്തിൻ്റെ ഭരണകൂടം പോലും നിശ്ചലമായി നോക്കി നിൽക്കുന്നു.
ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്ന് നമുക്ക് കൃത്യമായി ഹണി റോസിനെ വിശേഷിപ്പിക്കാം. മൂലമറ്റം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ 9ാം ക്ലാസ്സിൽ പഠിച്ച പെൺകുട്ടി. അന്നവൾ ആദ്യമായി ക്യാമറയുടെ മുന്നിലേക്ക്. ചെറുപ്പത്തിൽ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നെല്ലാവർക്കും മോഹമുദിക്കുന്ന സമയം. 9ാം ക്ലാസ്സുകാരി അങ്ങനെ സിനിമാ നടിയായി. 10ാം ക്ലാസ് മുതൽ അവരുടെ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്നു. സ്കൂളിൽ ചേർന്ന് പിന്നീട് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഡിഗ്രി വരെ സമ്പാദിച്ചു ഹണി റോസ്. അച്ഛനും അമ്മയ്ക്കും അവൾ ഒറ്റപുത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഓമനിച്ച് വളർത്തി. എന്നാൽ തൻ്റെ ഇടത്തിന് ഒരിക്കലും ഒരു കുറവുമില്ല. ഒരു ഫ്രഞ്ച് വാചകമാണ് ഹണി റോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ സമയവും വരും. തൊടുപുഴയിലെ മൂലമറ്റത്തെ ആ സ്കൂൾ മുറ്റത്ത് നിന്ന് ക്യാമറയ്ക്ക് മുന്നിലെത്തി 20 വർഷമായി ഹണി റോസിന്. ഹണി റോസിന്റെ ജീവിതയാത്രയിൽ കൈനിറയ ചിത്രങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ഉയർച്ച താഴ്ചകൾ. ട്രിവാൻഡ്രം ലോഡ്ജും ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസും റിംഗ് മാസ്റ്ററും മോൺസ്റ്ററും വീരസിംഹ റെഡ്ഡിയും ഒക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഇടവേളകൾ അവർ നേരിടേണ്ടി വന്നു. എന്നാൽ ഒരിക്കൽ പോലും ആൾക്കൂട്ടത്തിൽ നിന്ന് അവർ അകന്നു നിന്നില്ല. എന്നും ആൾക്കൂട്ടത്തിൽ തലയെടുപ്പോടെ ഹണി റോസ് നിൽക്കുന്നതാണ് കേരളം കണ്ടത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ആന്ധ്രയിലും പിന്നീട് അയർലൻഡിലുമൊക്കെ താരമായ ഹണി റോസിനെ കേരളം കണ്ടു. പലവിധ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ ഉയർത്തിയവർ ഒടുവിൽ ഹണി റോസിന് മുന്നിൽ കൈയടിക്കുന്ന കാഴ്ച. സിനിമയ്ക്കപ്പുറം കൈനിറയെ ഉദ്ഘാടന ചടങ്ങുകൾ സ്വന്തമാക്കി അവർ മറ്റൊരു ലോകത്ത് ഒരു താരറാണിയായി വിലസി. ഒരു അഭിമുഖത്തിൽ ഹണി റോസ് പറയുന്നുണ്ട്, സിനിമയ്ക്ക് എന്നെയല്ല ആവശ്യം, എനിക്ക് സിനിമയെയാണ് ആവശ്യം. സിനിമ നിർത്തിപ്പോകേണ്ട ഒരുപാട് അവസരങ്ങൾ തനിക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നവർ തുറന്നടിച്ചു. പക്ഷെ അതെല്ലാം മറികടക്കുന്നത് വലിയ വലിയ പ്രതീക്ഷകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. തന്നെ സംബന്ധിച്ച് സിനിമ ഒരു മിഷൻ ഓഫ് ഹോപ്പാണ് എന്ന് പലപ്പോഴും അവർ അഭിമുഖങ്ങളിൽ പറയും. 100% ആത്മാർത്ഥമായി ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി താൻ ജീവിച്ചിട്ടുണ്ട്. സിനിമയിൽ നിൽക്കുക അത്ര എളുപ്പമല്ല. സമ്മർദ്ദങ്ങൾ വലുതാണ്. അടുപ്പിച്ച് 2 സിനിമ വിജയിച്ചില്ല എങ്കിൽ ഭാഗ്യമില്ലാത്ത നടിയെന്ന് മുദ്രകുത്തും. ബോഡി ഷെയ്മിങ്ങും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളുമൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് തനിക്ക്. രാഹുൽ മണപ്പാട് എഴുതിയ ഒരു കഥ, അതിലെ റേച്ചൽ എന്ന കഥാപാത്രം ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ മകൾ, പോത്തുജോയിയുടെ മകൾ, ഉശിരും തൻ്റെടവുമുള്ളവൾ. ഇത്തരം കഥാപാത്രങ്ങളൊക്കെ അപൂർവമല്ലേ എന്ന ചോദ്യത്തിനും അവർക്ക് ഉത്തരമുണ്ട്. ഞാൻ ജീവിച്ചു വളർന്ന സാഹചര്യമാണ് ഇത്തരം കഥാപാത്രങ്ങളുടെ കരുത്ത്. കുട്ടിക്കാലത്ത് ഞായറാഴ്ചകളിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനൊപ്പം ഇറച്ചി വാങ്ങാൻ പോകും. കമ്പിയിൽ കൊരുത്ത് തൂക്കിയിട്ട ആടും പോത്തും ഡ്രസ്സ് മുഴുവൻ ചോരയുമായി പണിക്കാരും ഇറച്ചി നുറുക്കുന്ന വലിയ കുറ്റിയുമൊക്കെ ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട്. ഇനി അവരുടെ പെരുമാറ്റവും സംസാര രീതികളുമൊക്കെ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. മൂലമറ്റം പോലൊരു കുഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടി. നാടും ചുറ്റുവട്ടവുമൊക്കെ അവർ സ്വാംശീകരിച്ചെടുത്തു. അതേ കരുത്ത് തന്നെയാണ് പിന്നീട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിച്ചത്. ഓരോ ഉദ്ഘാടനങ്ങളെക്കുറിച്ചും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. എത്ര പ്രാർത്ഥനയോടെയും സ്വപ്നത്തോടെയുമാണ് ഓരോരുത്തർ സംരംഭങ്ങൾ തുടങ്ങുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തീരുമാനിക്കുന്നതും വിളിക്കുന്നതുമൊക്കെ ഒരുപാട് സന്തോഷം പകരും. ഭാഗ്യം എന്നു തന്നെ പറയാം. ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് താൻ പങ്കെടുക്കുമ്പോൾ പണ്ടൊന്നും ഫോട്ടോഷൂട്ടുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഫോട്ടോഷൂട്ടുകൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ ഉദ്ഘാടനവും ഞാൻ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ വൈബ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് കഴിയൂ. ചടങ്ങ് കഴിഞ്ഞാലുടൻ എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പോലും ആഗ്രഹിക്കാറില്ല. എന്നെ കാണാനെത്തിയ ആൾക്കൂട്ടത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അവരോട് സംസാരിക്കുന്നത് മുതൽ സെൽഫി എടുക്കുന്നത് വരെ ഞാൻ പൂർണ്ണമായി സഹകരിക്കും. അയർലൻഡിലെ മൈൻഡ് എന്ന NGO സംഘടനയുടെ സേവന പ്രവർത്തനങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അയർലൻഡിലെത്തി ഹണി റോസ്. ആ പ്രോഗ്രാമിൽ അയർലൻഡ് മന്ത്രിയും മറ്റ് നിരവധി ആളുകളും പങ്കെടുത്തു. അപ്പോഴാണ് ഗതാഗത മന്ത്രി ജാക്ക് ചാമ്പേഴ്സ് ഒരു സെൽഫി എടുത്തത്. അദ്ദേഹം അത് തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഹണി റോസ് മുന്നിലൂടെ നടന്നുപോയാൽ താൻ എന്ത് ചെയ്യും എന്ന് പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ. സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ താൻ കേട്ടിട്ടുണ്ട് എന്ന് ഹണി റോസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിലെ നിയമ സംവിധാനം അംഗീകരിക്കുന്ന വസ്ത്രധാരണ രീതി മാത്രമേ താൻ പുലർത്തിയിട്ടുള്ളൂ എന്നവർ ഉറപ്പിച്ചു പറയുന്നു. എന്തിനാണ് ഒരാളുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് അനാവശ്യമായി കമൻറ്റ് പറയുന്നതും പരാമർശിക്കുന്നതും? ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ നമ്മളൊക്കെ? അപ്പോൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾ? ഒരു ചാനലിൽ അവരുയർത്തിയ ചില ചോദ്യങ്ങൾ. സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇത്രയധികം നേരിട്ട മറ്റൊരു വ്യക്തി കേരളത്തിലില്ല എന്ന് അവർ തന്നെ പച്ചയ്ക്ക് പറയും. പല കമൻറ്റുകളും ആദ്യം കാണുമ്പോൾ സങ്കടം തോന്നും. തുടക്കകാലത്ത് വീട്ടിലുള്ളവരും ഇതൊക്കെ വായിച്ച് സങ്കടപ്പെട്ടിരുന്നു.
പിന്നെ കുറെ കാലം കേട്ട് വലിയ സംഭവമല്ലാതായി. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റമകൾ. പക്ഷേ ഹണി റോസ് ഒരിക്കൽ പോലും പ്രണയവിവാദങ്ങളിൽ പെട്ടില്ല. അവർ മറ്റു നടികൾ കാട്ടിക്കൂട്ടുന്നത് പോലെ മദ്യപിച്ച് മതോന്മത്തയായി നമ്മൾ കണ്ടിട്ടില്ല. ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നതിന് പോലും തനിക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നവർ തുറന്നടിച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാനൊക്കെ പ്രയാസമാണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ ഇതുവരെ എത്തിയില്ല എന്നവർ പച്ചയ്ക്ക് പറയാറുണ്ട്. വലിയ വിമർശനങ്ങൾ നേരിട്ട നടിയാണ് ഹണി റോസ്. പലവിധ സർജറികൾ ചെയ്ത് പ്രത്യേകം തയ്യാറാക്കിയ ശരീരഘടനയാണ് അവരുടേത് എന്നൊക്കെ പരിഹാസം നേരിട്ടിരുന്നു. എന്നാൽ താൻ ഒരുവിധ സർജറിയും ചെയ്തിട്ടില്ല എന്നവർ സമൂഹ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയാറുണ്ട്. ദൈവം തന്നതല്ലാതെ തനിക്കൊന്നുമില്ല. പിന്നെ സൗന്ദര്യം അത് നിലനിർത്താൻ ചില പൊടിക്കൈകളൊക്കെ ചെയ്യും. ഗ്ലാമർ മേഖലയിൽ ജോലി ചെയ്യുക അത്ര എളുപ്പമല്ല. സൗന്ദര്യ സംരക്ഷണത്തിന് വർക്കൗട്ട് ചെയ്യും, കൃത്യമായ ഡയറ്റ് പിന്തുടരും, ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കും. ഇതൊരു വലിയ വിഷമമാണെന്ന് എനിക്ക് തോന്നാറില്ല. ദൈവം തന്ന ശരീരം സുന്ദരമാക്കിക്കൊണ്ട് നടക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്വമെന്ന് പലപ്പോഴും എൻ്റെ മനസ്സ് പറയും. അതുകൊണ്ടാണ് ഞാൻ ശരീരത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം. അവിടെയാണ് ഹണി റോസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വാർത്തകൾ കൊടുക്കുമ്പോൾ എൻ്റെ പേര് ഉയർത്തിക്കാട്ടണം. ഇത്തരമൊരു യുദ്ധവുമായി കേരളത്തിന് മുന്നിലെത്തിയ എന്നെ ആളുകൾ മനസ്സിലാക്കണം. ഈ യുദ്ധം എനിക്ക് വേണ്ടി മാത്രമല്ല, നിരവധി അശ്ലീല ആഭാസ പരാമർശങ്ങളിലൂടെ അപമാനിക്കപ്പെട്ട കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഞാൻ നടത്തുന്നത്. അതെ, ആ യുദ്ധം പൂർണ്ണമായി വിജയിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന ആഭാസൻ അറസ്റ്റിലാകുമ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.